നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഭവനത്തിലുണ്ടാക്കിയ ഒരു ചെറിയ പലഹാരം ഉച്ചതിരിഞ്ഞ് കാപ്പിക്ക് കുട്ടികൾക്കും എല്ലാവർക്കുമായിട്ടും ഉണ്ടാക്കിയതാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ പലഹാരം എന്താണെന്നല്ലേ? നമ്മളൊക്കെ എല്ലാം വളരെ സുപരിചിതമാണ്, പക്ഷേ വളരെ സ്വാദിഷ്ടവുമാണ്. ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. മറ്റൊന്നുമല്ല, പഴംപൊരി അല്ലെങ്കിൽ പഴബോളി എന്ന് പറയും. ഇതിന് വേണ്ട റെസിപ്പി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഏത്തപ്പഴം വേണം. പിന്നെ ഇതിൻ്റെ ഈ പലഹാരത്തിൻ്റെ മാനുഫാക്ചറിങ് സീക്രട്ട്, സ്വാദ്, രുചി എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് നിൽക്കുന്നത്. എണ്ണ പലഹാരമായതുകൊണ്ട് എണ്ണ അധികം കുടിക്കാതിരിക്കണം. പിന്നെ ചൂടോടുകൂടി കഴിക്കുന്നതാണ് സ്വാദ്. മാത്രമല്ല അതിൻ്റെ ആ മാവ് സെറ്റ് ചെയ്യണതിലുള്ള ചില ക്ലൂ ആണ് അതിനെ സ്വാദിഷ്ടമാക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറയാം. പലരും പലതരത്തിലാവും ചെയ്യുന്നത്. ഞാൻ പല ദിക്കിൽ നിന്ന് ഈ പഴബോളി കഴിച്ചിട്ടുള്ളിടത്ത് ചിലയിടത്ത് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ എണ്ണ അങ്ങനെ വീഴും. അത്രയ്ക്ക് എണ്ണ കുടിച്ച പഴബോളി നമ്മൾ കഴിക്കാൻ തരുമ്പോൾ സ്നേഹത്തോടെ തരുന്നതാണ്. ഞാൻ കഴിക്കാറുമുണ്ട്, സ്വാദുമുണ്ട്. പക്ഷെ അത്രമാത്രം എണ്ണ കുടിക്കണത് അതൊന്നും ഒഴിവാക്കാൻ എന്താ വഴിയെന്ന് ഉള്ള പരീക്ഷണങ്ങൾ പലതും നടത്തുന്നതിൽ എനിക്ക് വിജയിച്ചിട്ടുള്ള ഒരു കുഴുവൊക്കെ ഞാൻ പറയാം. അതാണ് ഇന്നത്തെ ഈ പാചകത്തിൻ്റെ ഈ പലഹാരത്തിൻ്റെ കാര്യം എന്ന് പറയാൻ തന്നെ കാരണം. അപ്പോൾ നമ്മൾ പഴംപോളി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ട നല്ല പാകം വന്ന പഴം. പാകം വന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴുപ്പാവരുത്, എന്നുവെച്ചിട്ട് പഴുപ്പ് കുറഞ്ഞതും ആകരുത്, മധുരം വേണം. അതുകൊണ്ട് അത് പഴം തൊണ്ട് പൊളിച്ച് ഒരു പഴത്തെ എനിക്ക് കിട്ടിയതെന്ന് വലിയ പഴം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നടുവേ അങ്ങോട്ട് മുറിച്ചു. അപ്പോൾ എന്നിട്ട് ഈ ഭാഗത്ത് നിന്നും നടുവിൽ നിന്നും ഈ ഭാഗം അങ്ങനെ 3ആയിട്ട് അങ്ങോട്ട് കീറി വെച്ചു. അപ്പോൾ ഒരു പഴം കൊണ്ട് 6 പഴംപോളി ഉണ്ടാക്കാം. അത് മുറിച്ച് അങ്ങനെ ഒരു പ്ലേറ്റിൽ അത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് മാവ് സെറ്റ് ചെയ്തു. മാവ് സെറ്റ് ചെയ്ത് ഈ പഴം അത് രണ്ടും ആവാട്ടോ, ഒന്നുമില്ലേ. മാവ് സെറ്റ് ചെയ്തതിന് ശേഷം പഴം മുറിക്കാൻ, പഴം മുറിച്ച് വെച്ചിട്ട് മാവ് സെറ്റ് ചെയ്യാൻ ഞാൻ വേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് പഴംപോളി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അടുക്കളയിൽ നിന്നൊക്കെ പോന്നപ്പോൾ ഞാൻ ഒരു വാളന്ന് എന്തായാലും ഒരു 10-12 പഴംപോളി ഉണ്ടാക്കണം. ഞങ്ങളിവിടെ 6 ആളുണ്ട്. 2 എണ്ണത്തിൽ കൂടുതലൊന്നും കൊടുക്കണ്ടായിട്ടില്ല, പലഹാരമല്ലേ. അപ്പോൾ 2-3 പഴത്തിന് ഉണ്ടാക്കണം, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി, ഒരു വാളൻ എന്ന് ഞാൻ പറഞ്ഞാൽ 1/2 ഗ്ലാസ് അരി, അത്രയേ ഉണ്ടാവുള്ളൂ. 1/2 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചതിരിഞ്ഞ് ചായ വയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഈ അരി പൊടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊടി ഏകദേശം നമുക്കറിയാലോ ഒരു കണക്ക്. അതിൻ്റെ 2 ഇരട്ടി മൈദ കൂടെ അതിനകത്തോട്ട്. ആ മൈദയും അരിയും കൂടി ഒരുപാട് വെള്ളം ഒഴിച്ചില്ല, അല്പം മാത്രം വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒന്നങ്ങോട്ട് അരച്ചു. മിക്സിയിൽ, ചെറിയ മിക്സി മതി, ബോൾ മതി, അതിലങ്ങ് അരച്ച് അതൊരു ബോളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. അതിൻ്റെ കൂടെ അല്പം ഉപ്പിട്ടു. പിന്നെ പഞ്ചസാര ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ടു. മധുരം വേണം ഈ മാവിന്. കുറച്ച് ചുക്കും ജീരകവും പൊടിച്ചതും ഇട്ടു. അത് കൂടാതെ ചിലപ്പോൾ ഞാൻ എള്ളിടാറുണ്ട്. ഇന്ന് ഇപ്പോൾ എള്ളിടണമെന്ന് തോന്നിയില്ല, എള്ളിട്ടില്ല. പകരം ചുക്കും ജീരകവും പൊടിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മാവ് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരു കുറുകെ ദോശമാവിൻ്റെ ഒക്കെ പോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടി. ഈ പഴം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ചീഞ്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിപ്പോൾ ഇതിൽ നിന്ന് ഒരു തവണ ഇടാവുന്ന ഈ പഴത്തെ 2ആയി മുറിച്ചിട്ടാണ് നമ്മൾ ബോളി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതിനെ മുക്കി പൊരിച്ചിട്ട് എടുക്കാം. ആ നീളപ്പാട് വലിയ പഴം മുഴുവനായിട്ട് ബോളി ഉണ്ടാക്കുകയാണെങ്കിൽ അത് മുഴുവനേ മുങ്ങിക്കിടക്കാൻ വേണ്ടേ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ പാത്രം എടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ, ഒരു തട്ട് പോലെ വലുതും മെഴുക്കുരട്ടിയൊക്കെ മുരിക്കണം. അത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഭാഗം വെച്ചിട്ട്, എന്നാലും മീതയ്ക്ക് അങ്ങോട്ട് എണ്ണ ഇട്ടണമെങ്കിൽ കൂടുതൽ ഒഴിക്കണം. ഒരുപാട് ഉയരമില്ലല്ലോ, ആഴമില്ലല്ലോ. നല്ലത് ചെറിയൊരു ചീഞ്ഞിട്ട് പഴത്തെ ഇപ്പോൾ ഒന്ന് മുറിച്ച് വെച്ചിട്ട് ഇപ്പം എന്താ, പഴബോളി ഇപ്പോൾ ഇത്തിരി ഒന്ന് ചെറുതായി വെച്ചിട്ട് ഇപ്പം എന്താ, ഒരെണ്ണത്തിനടുത്ത് 2 കൊണ്ട് തരണം, ഇത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴത്തെ മുറിച്ച് 6 പീസാക്കി ഒരു പഴത്തെ, എന്നിട്ട് ഈ മാവിൽ മുക്കി എണ്ണ അങ്ങോട്ട് ചൂടായപ്പോൾ അതിലേക്ക് അങ്ങോട്ട് താഴ്ത്തി അങ്ങോട്ട് ഇട്ടു. എൻ്റെ ചീൻചട്ടിയിൽ ഒരു പ്രാവശ്യം 4 എണ്ണം ഇടാൻ പറ്റും. 4 എണ്ണം അങ്ങനെ അങ്ങോട്ട് ഇട്ടു, അങ്ങനെ ഇട്ടു, അങ്ങനെ ഇട്ടു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത്തിരി നേരം അവിടെ നോക്കി നിന്നു. വേഗം ഒരു ചട്ടി എടുത്തിട്ട് പതുക്കനെ കൊടിയിലിട്ട് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് മറച്ചു വിട്ടു. മറച്ചു വിട്ട് 2 വശം മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 4 പഴബോളി അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പുറത്തേക്ക്, അടുത്ത 4 എണ്ണം ഇടാം. അപ്പോൾ എന്താ, 2 പഴത്തിൻ്റെ 12 ബോളി നമുക്ക് 2-3 പ്രാവശ്യം കൊണ്ട് 10-12 ബോളി ഉണ്ടാക്കിയാൽ പണി എളുപ്പം കഴിയും. നല്ല സ്വാദ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം ചെയ്തു. ആ സൂത്രം പറഞ്ഞിട്ടില്ല അതുവരെ, ശ്രദ്ധിച്ചോളൂ. മാവൊക്കെ സെറ്റ് ചെയ്ത് വച്ച് കഴിഞ്ഞതിന് ശേഷം അരിയും മൈദയും ലേശം ഉപ്പും ചുക്കും ജീരകം പൊടിച്ചതും പഞ്ചസാരയും ചേർത്ത് ഇളക്കി വെച്ച മാവ് വറക്കാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് ഒരു 1.5-2 സ്പൂൺ റവയായിട്ട് അതിലേക്ക്. അപ്പോൾ അത് ഒരുപാട് കുതിർന്ന മാവങ്ങോട്ട് കുറുകും, കട്ടി വരും, അത് പാടില്ല. ഈ വെള്ളത്തിലേക്ക് അപ്പം അങ്ങോട്ട് റവ അങ്ങോട്ട് ഇടുക, ഇളക്കുക, മുക്കുക, എണ്ണയിലേക്ക് ഇടുക. അങ്ങനെ വരുമ്പോൾ എണ്ണ കുട്ടിക്കൽ കുറയും, നല്ലോണം മുരിഞ്ഞ് വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് പഴബോളി ഉണ്ടാക്കണ കഥ പറഞ്ഞത്. അങ്ങനെ 10-12 പഴബോളി ഉണ്ടാക്കി. 6 എണ്ണം ഞാനിങ്ങോട്ട് നിരത്തി വെച്ചു. 6 എണ്ണോടെ കുട്ടികൾക്ക് വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചു. ഞാൻ ഉണ്ടാക്കിയതേ നല്ല സ്വാദുണ്ട് പഴബോളി. ഇതാ കണ്ടോളൂ, നിരത്തി ഇങ്ങനെ സ്റ്റൈലായിട്ട് 6 എണ്ണം അങ്ങനെ അർദ്ധചന്ദ്ര വൃത്താകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏത്തപ്പഴം കൊണ്ടുള്ള പഴബോളി അല്ലെങ്കിൽ പഴംപൊരി എന്ന് പറയാം. എണ്ണ കുടിക്കാതിരിക്കാനുള്ള ട്രിക്കും ഉണ്ട് ഇതിനകത്ത്. എണ്ണ കുടിക്കില്ലാന്നേ, ഒരു കടലാസ് ഓയിൽ പേപ്പറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീരെ എണ്ണയില്ലാതെ കണ്ട് നമുക്ക് മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിട്ടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇതുപോലെ ഒന്ന് പഴബോളി ഉണ്ടാക്കി നോക്കൂ. നന്നായി എന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. എണ്ണ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിൽ ചെല്ലണ്ടല്ലോ, അന്യായ വിലയും വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പാചകം വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു പലഹാരം, എണ്ണ പലഹാരം പഴബോളി. ഏത്തക്കാപ്പം എന്നും ഇതിന് പറയൂ കേട്ടോ. ഇവിടെ അമ്മയൊക്കെ ഞാൻ വരുമ്പോൾ പറയാം, അമ്മ ഏത്തക്കാപ്പം എന്ന് പറയും. ഞങ്ങളും അങ്ങനെ ഇപ്പം ചിലപ്പോൾ പറയാറുണ്ട്. പഴബോളി എന്ന് എൻ്റെ വീട്ടിലൊക്കെ പറയാറുള്ളത് ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴബോളി, പഴംപൊരി ഇതൊക്കെ പറയും. എന്തായാലും സാധനമൊക്കെ ഒന്നിനാണ്, നല്ല സ്വാദുമാണ്. ഒരുമാതിരി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടേ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ തിന്നാം. അപ്പോൾ എല്ലാവർക്കും ഞാനുണ്ടാക്കിയ പഴംബോളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വരുവാണെങ്കിൽ തരാട്ടോ, വരും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് എൻ്റെ ചാനല് കഥകൾ അതിസാഗരം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ, അതെനിക്കറിയാം. ഞാൻ പേരൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കും. പഴബോളി ഉണ്ടാക്കട്ടെ. എല്ലാവർക്കും നന്ദി.